കൊല്ലം പരവൂർ കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എസ് അനീഷയുടെ ആത്മഹത്യയിൽ അന്വേഷണം അട്ടിമറിക്കുന്നുവെന്ന ആരോപണം. പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട എപിപിയെയും ഡിഡിപിയെയും രക്ഷിക്കാൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ശ്രമിക്കുന്നുവെന്ന് ഒരു വിഭാഗം എപിപിമാരും അനീഷ ഐക്യദാർഢ്യ സമിതിയും ആരോപിക്കുന്നു. അനീഷയ്ക്ക് അനുകൂലമായി മൊഴി നൽകിയ പ്രോസിക്യൂട്ടർമാരെ അവഹേളിക്കുന്നതായും പരാതി ഉയരുന്നുണ്ട്. കഴിഞ്ഞ ജനുവരി 21-നാണ് പറവൂർ കോടതിയിലെ എപിപി ആയിരുന്ന എസ് അനീഷ ആത്മഹത്യ ചെയ്തത്. തൊഴിലിടത്തിൽ അനുഭവിച്ച പീഡനങ്ങളെപ്പറ്റി സുഹൃത്തുക്കൾക്കും മറ്റും സന്ദേശം അയച്ചുകൊടുത്ത ശേഷമായിരുന്നു ആത്മഹത്യ. സഹപ്രവർത്തകരായ എപിപി ശ്യാംകൃഷ്ണ, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻസ് അബ്ദുൾ ജലീൽ എന്നിവരുടെ പേരെടുത്തു പറഞ്ഞാണ് അനീഷ ആത്മഹത്യ ചെയ്തത്. പിന്നീട് പല പോരാട്ടങ്ങൾക്കുമൊടുവിൽ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരുന്നു. കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം എപിപി ശ്യാംകൃഷ്ണയുടെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് സംഘം എത്തിയപ്പോൾ അവരെ തിരിച്ചയക്കാൻ ഡിജിപി ഇടപെട്ടു എന്ന ആരോപണം ഒരു വിഭാഗം ആളുകൾ ഉന്നയിക്കുന്നു. അനീഷയ്ക്ക് അനുകൂലമായി മൊഴി നൽകിയവരെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അസഭ്യം പറയുന്നതായും ആരോപണമുണ്ട്. ഇപ്പോൾ ആരൊക്കെയാണോ അനീഷയ്ക്ക് സപ്പോർട്ട് ചെയ്ത് ക്രൈംബ്രാഞ്ചിന് മൊഴി കൊടുത്ത് ആ പ്രോസിക്യൂട്ടർമാരെ എല്ലാവരെയും വളരെ മോശകരമായ ഭാഷയിലാണ് വാട്സാപ്പ് ഗ്രൂപ്പിലെ പല പ്രോസിക്യൂട്ടർമാരും അവരെ അപമാനിക്കുന്നത്. 2 ദിവസം മുമ്പ് ക്രൈംബ്രാഞ്ച് അതിലെ കുറ്റാരോപിതരായ ഒരു ഡിഡിപിയുടെയും എപിപിയുടെയും വീട് സെർച്ച് ചെയ്യാൻ പോയി എന്നുള്ളൊരു വിഷയം അറിഞ്ഞ ഉടൻ തന്നെ അസോസിയേഷൻ ഭാരവാഹികൾ ഡിജിപിയുമായി ബന്ധപ്പെടുകയും ഡിജിപി ഉടൻ തന്നെ ആ സെർച്ച് നിർത്തിവെക്കാൻ വേണ്ട നിർദ്ദേശം നൽകി എന്നുവരെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി പ്രസ്താവിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 2 വർഷത്തിലേറെയായിട്ട് നമ്മുടെ അസോസിയേഷൻ ഒരിക്കലും സക്രിയമല്ല, നിഷ്ക്രിയമായിരുന്നു. ഇന്നിപ്പോ ഒരു കാലത്ത് 10:30 മുതൽ മെസ്സേജുകൾ വരുന്നുണ്ട്. ഷ്യാമിന്റെ വീട്ടില് ഈ പറഞ്ഞ പോലെ പോലീസ് വന്ന് നിൽക്കുന്നു. അപ്പൊ 2:30 ഉള്ള മെസ്സേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പൊ തന്നെ ഡിജിപി വിളിച്ചു പറഞ്ഞെങ്കിൽ അപ്പൊ തന്നെ എന്തുകൊണ്ട് ഈ ഗ്രൂപ്പിൽ ഇട്ടില്ല? അനീഷയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിൽ ചേർക്കപ്പെട്ടവരെ വേട്ടയാടുന്നു എന്നാരോപിച്ച് കേരള അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് അസോസിയേഷൻ നാളെ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കും. ഇതിനെതിരെ അനീഷ ഐക്യദാർഢ്യ സമിതി രംഗത്തെത്തി. കേരളത്തിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പണിമുടക്കുന്നു എന്നാണ് പറയുന്നത്. ശ്യാംകൃഷ്ണയ്ക്കും ഡിഡിപി അബ്ദുൾ ജലീലിനുമെതിരെ എടുത്തിട്ടുള്ള പ്രേരണാ കുറ്റം അത് നീതിന്യായ സംവിധാനത്തിന്റെ ഭാഗമായി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ആ സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഒരു ഏജൻസി കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിന് വേണ്ടി കോടതിയിൽ ഇരയ്ക്കൊപ്പം നിൽക്കേണ്ട പബ്ലിക് പ്രോസിക്യൂട്ടർമാർ അതിനു പകരം ഔദ്യോഗികമായ അവരുടെ ചുമതല നിർവഹിക്കുന്നതിന് പകരം കുറ്റാരോപിതരായ ആളുകളെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഇടപെടുന്നു എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ നീതിന്യായ സംവിധാനത്തിന്റെ എല്ലാ ഭരണഘടനാ മൂല്യങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്ന ഒന്നാണ്. അനീഷ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് അമ്മ പ്രസന്ന നേരത്തെ രംഗത്തെത്തിയിരുന്നു. ഗോകുൽ കെ വേണുഗോപാൽ, ജനം, കോഴിക്കോട്.